എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഓണമൊക്കെ വരെയല്ലേ, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു വിഭവമാണ്. എന്നാൽ പോലും ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ മാമ്പഴം അല്ല കേട്ടോ. ഇവിടെ നമ്മൾ സാധാരണ പൂളി കഴിക്കുന്ന പോലത്തെ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പൂളി ചെറിയ ചെറിയ പീസാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കടുക് പൊട്ടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 കപ്പ് ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. ഈ മാമ്പഴം നല്ലോണം പഴുത്താൽ നല്ല മധുരമാണ്. ഇതിൽ ഞാൻ 2 സ്ഥലത്തുനിന്ന് മേടിച്ച മാമ്പഴം മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് നല്ല മധുരമുള്ള മാങ്ങയും കുറച്ച് പുളിയുള്ള മാങ്ങയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ മാമ്പഴം ഒന്ന് സോക്ക് ചെയ്യണം, അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ ഇടാം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കുക. നമുക്ക് ഇത്തിരി കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അത് ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ബോയിലായി വരട്ടെ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബോയിലാക്കി അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തുറന്നു നോക്കാം. കണ്ടോ, മാമ്പഴം ചെറുതായിട്ടൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, പുളിയുള്ള കുറച്ച് മാങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. മറ്റേ മാങ്ങ നമുക്ക് മധുരമുള്ള മാങ്ങയുമാണ്. അപ്പോൾ 1 കപ്പ് ഏകദേശം മധുരമുള്ള മാങ്ങയും 1 കപ്പ് ഏകദേശം പുളിയുള്ള മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തേങ്ങ 3/4 കപ്പും ഗ്രീൻ ചില്ലി 3 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. ക്യുമിൻ 1 ടീസ്പൂണുമാണ് ഉപയോഗിക്കുന്നത്. അത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ലോണം പേസ്റ്റ് പോലെ ആവണം. അപ്പോൾ ഈ മാംഗോസ് ഒരുവിധം കുക്കായി വരുമ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ആ ഒരു പച്ചമണം മാറുന്ന വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ലോണം സൈഡിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് മിക്സിയിലിട്ട് അടിച്ച തൈരാണ്. 2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇവിടെ കിട്ടുന്ന തൈര് അധികം പുളിയില്ല. അപ്പോൾ നാട്ടിൽ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കുറയ്ക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു ബബിൾ പോലെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ പാൻ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഉലുവ, മസ്റ്റേർഡ്, കറി ലീവ്സ് ആൻഡ് റെഡ് ചില്ലി ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് കടുക് പൊട്ടിക്കുകയാണ്. അപ്പോഴേക്കും എൻ്റെ പാൻ കുറച്ചധികം ചൂടായിട്ടോ. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കുമല്ലോ പിള്ളേർ വിളിക്കുക. അത് കൃത്യസമയത്തായിരിക്കും കേട്ടോ അവർ വിളിക്കുക. ഈ കടുക് പൊട്ടിക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ എന്തെങ്കിലും പൊരിക്കുന്ന സമയം. ഇനിയിപ്പോൾ നമ്മൾ ആ കടുക് പൊട്ടിച്ചത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് വാട്ടറിയാണ്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നല്ലോണം കുറുക്കും. വളരെ ടേസ്റ്റിയാണ്. പഴുത്ത മാമ്പഴവും കുറച്ച് പഴുപ്പില്ലാത്ത മാമ്പഴം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാമ്പഴ പുളിശ്ശേരി ഒരുപാട് സ്വീറ്റൊന്നും അല്ല കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡ് അത്രയും സ്വീറ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ആർക്കെങ്കിലും മാമ്പഴ പുളിശ്ശേരിയിലെ മാമ്പഴത്തിൻ്റെ മധുരം ഇഷ്ടമല്ല എങ്കിൽ
കുറച്ച് പുളിയുള്ള മാമ്പഴം കൂടി അതിൽ ചേർത്താൽ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ റെസിപ്പീസൊക്കെ ആയിട്ട് ഇനി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം.